ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ അത് നോക്കി. ഒരുപക്ഷെ എന്റെ ഗാഥമോള് ഇത്രയും തീവ്രമായിട്ട് നവീനെ സ്നേഹിക്കുന്നില്ലായിരുന്നെങ്കിൽ വിട്ടുകൊടുക്കാൻ ഞാൻ പറയുമായിരുന്നു. ഒരു ത്രാസിനിടയിൽ നിർത്തി ഈശ്വരൻ എന്നെ പരീക്ഷിക്കുക. ഏത് തട്ടുയർന്നാലും എനിക്ക് വേദനിക്കും. ബിക്കോസ് എന്റെ മോളെ പോലെ തന്നെയാണ് ഞാനിപ്പോ അവളെ കാണുന്നത്. എന്തെങ്ങനെ കിടക്കുന്നേ? ഭക്ഷണമൊന്നും കഴിക്കണ്ടേ? വേണ്ടോ, കഴിക്കാൻ തോന്നുന്നില്ല. ഈ മരുന്നും ഇവിടുത്തെ സ്മെല്ലും ഒക്കെ. ആശുപത്രി ആവുമ്പോ ഇതൊക്കെ ഉണ്ടാവും. ഇതൊന്നും ഇഷ്ടമില്ലാത്ത ആളെന്തിനാ ചാവാൻ പോയത്? എഴുന്നേറ്റിരിക്കെ. ഭക്ഷണം കഴിച്ചേ പറ്റൂ. നിർബന്ധാണോ? പിന്നല്ലാതെ. ഒന്നാമത് അത്താഴപ്പട്ടിണി കിടക്കുന്നത് നല്ല കാര്യമല്ല. പിന്നെ മരുന്ന് കഴിക്കേണ്ട അവസ്ഥ. എന്താ ചിരിക്കുന്നേ? ഏയ്, ഈ അത്താഴപ്പട്ടിണിയുടെ കാര്യം അതുപോലത്തെ പഴഞ്ചൊല്ലുകളൊക്കെ പറയുമ്പോഴേ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? താൻ സിത്താര മേഡത്തിന്റെ ആഡംബരത്തിൽ പിറന്നൊരു കുട്ടിയല്ല, മറിച്ച് ഏതോ ഉൾനാടൻ ഗ്രാമത്തിലെ മനുഷ്യര് പരസ്പരം സ്നേഹിച്ചു കഴിയുന്ന ഒരു സ്ഥലത്തുള്ളതാണെന്ന്. ഇന്നത്തെ പല പെൺകുട്ടികൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ തനിക്കറിയാം. ഇതൊക്കെ എവിടെ നിന്നാണോ പഠിച്ചത്? വേണമെങ്കിൽ ആർക്കും എന്തും പഠിക്കാം, അത്രേ ഉള്ളൂ. അതെ, എഴുന്നേറ്റേ, കഞ്ഞി കുടിക്കാം. വാ, എണീറ്റേ. ദാ കഴിച്ചേ. എടോ, എനിക്കിപ്പോ വേണമെന്ന് തോന്നുന്നില്ല. ആ, എന്നാ പിന്നെ ഇവിടെ കിടന്നോ, ഞാൻ വാരിത്തരാം. എന്നാ കഴിക്കാം. അതാ ഉദ്ദേശമെങ്കിൽ ആദ്യമേ എങ്ങും പറഞ്ഞൂടെ? പരിചരിക്കാൻ താൻ അടുത്തുണ്ടെങ്കിലേ സുഖമില്ലാതെ കിടക്കുന്നതും ഒരു രസമാണ്. ഹാ, നന്നായിട്ടുണ്ട്. ഇനി ഇതുപോലെ എന്തെങ്കിലും കുരുത്തക്കേട് ചെയ്താലുണ്ടല്ലോ, ചെവിക്ക് പിടിക്കും ഞാൻ. ഇതെന്റെ സ്നേഹത്തിന്റെ അവസാന നിമിഷങ്ങളാണ്. അത് നവീൻ തിരിച്ചറിയില്ലല്ലോ. എടോ, എന്തുപറ്റി? അത് ശരി, എന്നെ ശാസിച്ച് ഭക്ഷണമൊക്കെ വാരി തന്നിട്ട് ധൈര്യത്തോടെ കൂടിയിരിക്കുന്ന ആള് ഇപ്പൊ കരയാണോ? ഒന്നുമില്ല. നവീൻ എന്നെ കുറിച്ചുള്ള സ്നേഹത്തെക്കുറിച്ച് ഓർത്തപ്പോ ഒരുപക്ഷെ ആരുടെ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കാതെ, ആരെയും അധികമൊന്നും സ്നേഹിക്കാതെ ഞാനിങ്ങനെ നടന്നതേ മനസ്സിലുള്ള സ്നേഹം മുഴുവനും തനിക്ക് വേണ്ടി കൂട്ടിവെക്കാനായിരുന്നു, അല്ലേ? അതെ, തന്നെ കണ്ടുമുട്ടാൻ വേണ്ടിയായിരുന്നു, തന്നെ സ്നേഹിക്കാൻ വേണ്ടിയായിരുന്നു. കഞ്ഞി കുടിക്ക. എന്താ അത് നോക്കി. മതി, മതിയടാ. ആ, പറ്റത്തില്ല.
ആരോഗ്യം നന്നാവണെങ്കിലേ നന്നായിട്ട് ആഹാരം കഴിക്കണം. സുഖമില്ലാത്തതാ, അറിയില്ലേ? എടോ എനിക്ക് വേണ്ട, വയറ് നിറഞ്ഞു. കുറച്ചുകൂടെ കഴിച്ചേ പറ്റൂ. നന്ദേട്ടാ, ഭാഗ്യം ചെയ്ത അച്ഛനമ്മമാരാ നമ്മള്. അല്ലെങ്കിൽ നമ്മുടെ മോന് ഗാഥയെ പോലൊരു പെൺകുട്ടിയെ കിട്ടില്ലായിരുന്നു അല്ലേ? എടോ, മരണത്തിന്റെ അങ്ങേ തലക്കലേക്ക് പോയാലും അവർ രണ്ടുപേരും പരസ്പരം വിളിച്ചുണർത്തും. അത്രയ്ക്ക് ഹൃദയത്തിൽ പതിഞ്ഞുപോയ ബന്ധം അവരുടേത്. എന്നോ അത് നിലനിന്നാ മതി. അത് തന്നെയാ സുമിത്രയെ ഞാനും ആഗ്രഹിക്കുന്നത്. അതിന് ചില തടസ്സങ്ങൾ ഉണ്ടെങ്കിലോ? തടസ്സങ്ങളോ? എന്ത് തടസ്സം? ഹേയ്, ഒന്നുമില്ല. കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് ഓർത്തപ്പോ അങ്ങനെ പറഞ്ഞു പോയിന്നേ ഉള്ളൂ. നമ്മളെ മക്കൾക്കൊന്നും സംഭവിക്കില്ല. അവരുടെ സ്നേഹം ഈശ്വരൻ അംഗീകരിച്ചതാ. സിനി ചേച്ചി, മമ്മിയോടെ? മാം കിടക്കുക. ആ, എന്തു പറ്റി മമ്മിക്ക്? തലവേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ? മാഡം ഇപ്പോ ശല്യപ്പെടുത്തണ്ട. ഹാ, അതെങ്ങനെ ഞാൻ എന്റെ മമ്മിക്ക് ശല്യം വന്നേ? എനിക്ക് എന്റെ മമ്മിയോടെ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. ഏയ് വേണ്ട മാഡം. വേണം. മമ്മിയുടെ അസുഖമൊക്കെ ഞാൻ മാറ്റിക്കോളാം. മമ്മി, എന്താ പറ്റിയേ? ഒന്നുമില്ല മോളെ, ഉറക്കം വന്നു. ഹാ, എന്നിട്ട് വെറുതെ ഈ സിനിച്ചേച്ചി പറഞ്ഞു മമ്മി സുഖമില്ലാതെ കിടക്കാന്ന്. കണ്ടില്ലേ, മമ്മിക്ക് ഒരു കുഴപ്പമില്ല അല്ലേ മമ്മി? ഹാ, മമ്മി ഇതൊന്നും നോക്കിയേ. ഇതെനിക്കും നവീനും പോവാനുള്ള ഹണിമൂൺ ട്രിപ്പിന്റെ ഡീറ്റെയിൽസാ. ഫസ്റ്റ് ചോയ്സ് സ്വിറ്റ്സർലാൻഡ്, ദെൻ അതർ യൂറോപ്യൻ കൺട്രീസ്. ഇതിലേതാ മമ്മി സെലക്ട് ചെയ്യുന്നത്? അതൊക്കെ മോളുടെ ചോയ്സ്. നീ തന്നെ തീരുമാനിച്ചോ. പറ്റില്ല. ഇപ്പൊ തന്നെ ഇത് സെലക്ട് ചെയ്യണം. ഇപ്പൊ തന്നെ ഫിക്സ് ചെയ്യണം. നോക്ക് മമ്മി, ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. മോളെ, അസുഖമൊന്നും ഇല്ലെന്ന് ഞാൻ നിന്നോട് വെറുതെ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് നല്ല തലവേദനയുണ്ട്. മോളെ പ്ലീസ് എന്നെ ശല്യപ്പെടുത്തരുത്. കുറച്ചു കാലമായിട്ടുള്ള മമ്മിയുടെ തലവേദന എന്താണെന്ന് എനിക്കറിയാം. ആ കൃഷ്ണയുടെ കാര്യല്ലേ? ഹാ, എനിക്കിപ്പോ എന്താന്നറിയോ തോന്നുന്നേ? മമ്മിയുടെ മോളായിട്ട് ജനിക്കണ്ടായിരുന്നു എന്ന്. എവിടെന്നെങ്കിലും വലിഞ്ഞു കയറി വന്നവളായിരുന്നെങ്കിൽ മമ്മി വല്ലാണ്ട് എന്നെ സ്നേഹിക്കുമായിരുന്നല്ലോ. നവീന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങട്ടെ, പിന്നെ ഈ ജന്മത്തിൽ മമ്മി അവളെ കാണില്ല. ഞാനാ പറയുന്നേ. മോളെ പ്ലീസ്. മമ്മി കിടന്നോ, ഞാൻ പൊക്കോളാം. പക്ഷേ മമ്മി ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഇനി അവളെ സ്നേഹിക്കാനാണ് മമ്മി ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ അവളെ കൊല്ലും.